ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് അനന്ത സുബ്രഹ്മണ്യത്തെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് വിട്ടയച്ചത്. ഷഫീദ് റാവുത്തർ ആ വാർത്തയുടെ വിവരങ്ങളും വച്ചിരുന്നു. ഷഫീദ്, പിന്നെയും ഗുഡ് മോർണിംഗ്. അതൊരു പ്രതീക്ഷിക്കപ്പെട്ട വാർത്തയാണോ? അത് ദീർഘനേരം ചോദ്യം ചെയ്യലായിരുന്നു, ഒരുപക്ഷെ അറസ്റ്റിലേക്ക് പോകും എന്ന ചില സൂചനകളൊക്കെ ഉണ്ടായിരുന്നു. വിട്ടയക്കലിന്റെ കാരണം എന്താണ് ഷഫീദ്? ഹഷ്മി, ഏതെങ്കിലും തരത്തിൽ ഇക്കാര്യത്തിൽ അനന്ത സുബ്രഹ്മണ്യത്തെ പൂർണ്ണമായും വിട്ടയച്ചതാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പകരം താൽക്കാലികമായി ഇന്ന് അറസ്റ്റ് വേണ്ടെന്ന നിലപാടിലേക്ക് അന്വേഷണ സംഘം എത്തുകയായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ ഇപ്പോൾ ഈ അനന്ത സുബ്രഹ്മണ്യം ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞൊരു കാരിയർ മാത്രമാണ്. ഇതിന്റെ ഗൂഢാലോചനയിൽ അനന്ത സുബ്രഹ്മണ്യത്തിന് കാര്യമായ പങ്കുണ്ടെന്നടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. സന്നിധാനത്ത് നിന്ന് സ്വർണ്ണപ്പാളി അത് ബാംഗ്ലൂരിലേക്ക് എത്തിക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി നിർദ്ദേശം നൽകി. അനന്ത സുബ്രഹ്മണ്യം അത് ചെയ്തു. അതിന്റെ പേരിൽ ഈ രേഖയിൽ ഒപ്പിട്ടതും അനന്ത സുബ്രഹ്മണ്യമാണ്. സ്വാഭാവികമായും അതൊരു ക്രൈമായി നിലനിൽക്കെ പോലും ഈ ക്രൈമിന്റെ ഇന്റൻസിറ്റി പരിശോധിക്കുമ്പോൾ കൂടുതൽ, അതായത് തെളിവ് ശേഖരണം അടക്കമുള്ള കാര്യങ്ങൾ ആവശ്യമായിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ കൂടിയാണ് അനന്ത സുബ്രഹ്മണ്യത്തിൽ നിന്ന് പരമാവധി വിവരങ്ങൾ ശേഖരിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഇരുത്തി ചോദ്യം ചെയ്ത് പരമാവധി വിവരങ്ങളും പുതിയ ചില കാര്യങ്ങളും കണ്ടെത്തിയ ശേഷം അനന്ത സുബ്രഹ്മണ്യത്തെ വിട്ടയച്ചിട്ടുള്ളത്. ഒരു പക്ഷേ ആവശ്യമെങ്കിൽ ഇനിയും അദ്ദേഹത്തെ രണ്ടാം ഘട്ടത്തിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയും അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയും ചെയ്യും. അനന്ത സുബ്രഹ്മണ്യവുമായുള്ള ചോദ്യം ചെയ്യലിൽ അന്വേഷണ സംഘത്തിന് നിർണായകമായ ചില വിവരങ്ങൾ ലഭിച്ചു എന്ന തരത്തിലേക്കുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. പ്രത്യേകിച്ച് സ്വർണ്ണപ്പാളി എവിടെ, അത് ആരാണ് വാങ്ങിയത്, എങ്ങനെയാണ് സൂക്ഷിച്ചതടക്കമുള്ള കാര്യങ്ങളിൽ നേരത്തെ ദേവസ്വം വിജിലൻസിനോട് അനന്ത സുബ്രഹ്മണ്യം ചില കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. പ്രത്യേകിച്ച് ഇത് നാഗേഷിനെയാണ് ഹൈദരാബാദിൽ ഏൽപ്പിച്ചതെന്നടക്കമുള്ള കാര്യങ്ങൾ. അപ്പോൾ അത് സ്ഥിരീകരിക്കുന്ന മറ്റു ചില കാര്യങ്ങൾ, വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ അനന്ത സുബ്രഹ്മണ്യം അന്വേഷണ സംഘത്തിന് കൈമാറി എന്ന തരത്തിലേക്ക് വിവരം പുറത്തു വരുന്നുണ്ട്. ഏതായാലും അതടക്കമുള്ള വിവരങ്ങൾ ഇന്ന് കോടതിയിൽ SIT ഇടക്കാല റിപ്പോർട്ടായി അല്ലെങ്കിൽ അന്വേഷണ പുരോഗതി റിപ്പോർട്ടായി നൽകും. ഹഷ്മി, ഓക്കെ. അനന്ത സുബ്രഹ്മണ്യത്തെ നോട്ടീസ് നൽകി വിട്ടയച്ചു. തൽക്കാലം ഇന്ന് അറസ്റ്റ് വേണ്ട എന്നുള്ളതാണ്. അപ്പോൾ അനന്ത സുബ്രഹ്മണ്യത്തിലേക്ക് നീളുന്ന കൂടുതൽ ലിങ്കുകൾ ഉണ്ടോ, അതോ കണ്ടെത്താൻ കഴിഞ്ഞില്ലേ, അതോ വിചാരിച്ചത്ര പ്രശ്നക്കാരനല്ല എന്നൊക്കെ അർത്ഥത്തിനുണ്ടോ എന്നൊക്കെയുള്ളത് വരും ദിവസങ്ങളിൽ വ്യക്തമാവട്ടെ. അതെ, ചോദ്യം ചെയ്യൽ എന്തായാലും പൂർണ്ണമായിട്ടില്ല എന്നാണ് ഷഫീദ് പറയുന്നത്. ഇനിയും ഇത്തരം നടപടികൾ ഉണ്ടാവും. യെസ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.